ഒരു സാലിഹത്തായ പെണ്ണിനെ കിട്ടുന്നതിനേക്കാൾ നല്ലൊരു ഭാഗ്യവും പിന്നെ ഒരാൾക്കും കിട്ടിയിട്ടില്ല. അലാ ഉഖ്ബിറുക്കും ബിഖൈരി മാ യക്നിസുൽ മർ. മറ്റൊരു ഹദീസ് മറ്റൊരിക്കൽ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു, ഒരു മനുഷ്യൻ ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ നിധി ഏതാണെന്ന് പറയട്ടെ. അങ്ങനെ തന്നെ ചോദിച്ച റസൂലുള്ളാഹി, ഒരു പുരുഷൻ ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ നിധി ഏതാണെന്ന്? ടൗണിലെ ടവറാണോ, അല്ലെങ്കിൽ ഫാം ഹൗസ് ആണോ, ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ആണോ? ഒന്നും അല്ല, ഒന്നും കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ 10,000 കോടിയുടെ ആസ്തി ഉണ്ടായിരുന്ന ആള് തിരുനെറ്റിയിൽ വെടിവെച്ചാണല്ലോ മരിച്ചു. നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തും കാലത്തുമാണ്. ഏറ്റവും വലിയ നിധി ഇതൊന്നുമല്ല, അൽ മർഅത്തു സാലിഹ, ഒത്തുപോകാൻ കഴിയുന്ന ഒരു പെണ്ണാണ്. സാലിഹ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒത്തുപോവുക എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും ഒത്തുപോയ സാലിഹത്തായ പെണ്ണ്. എന്താണ് ആ പെണ്ണിന്റെ ഗുണം? ഇൻ അമറഹ അത്തഅതുഹു, അവൻ ഒരു കാര്യം അവളോട് പറഞ്ഞാൽ അവൾ അത് കേൾക്കും. അത് തന്നെ കാര്യം. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഭർത്താവ് പറയുന്നത് കേൾക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല എന്നാ. ഭർത്താവ് ഇവളുടെ എല്ലാ കാര്യവും നോക്കണം, അല്ലേ? അവൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം, അവൾക്ക് ചെലവിന് കൊടുക്കണം, അവളുടെ മക്കളുടെ കാര്യം നോക്കണം, മക്കളെ കെട്ടിച്ചു വിടണം, സർവ്വവും നോക്കണം. പക്ഷെ ഭർത്താവ് പറയണത് അങ്ങനെയൊന്നും അടിമകളല്ല, ഞങ്ങൾ അടിച്ചമർത്താൻ നോക്കണ്ട എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് വാദം ഇന്ന് നമ്മുടെ കുടുംബ തകർച്ചയ്ക്ക് കാരണമാണ്. നമ്മുടെ വീടുകളില് TV ചർച്ചകളിൽ മാധ്യമങ്ങളിലൂടെ ഇത്തരം ആശയങ്ങൾ നമ്മുടെ പെണ്ണുങ്ങളുടെ മസ്തിഷ്കങ്ങളിൽ അടിച്ചു കയറി അവർ തെറ്റായ സ്വാധീനത്തിന് അടിമപ്പെടുന്നുണ്ട്. ഒരു കുടുംബം, ഒരു മനുഷ്യൻ, ഒരു പുരുഷന് കിട്ടുന്ന ഏറ്റവും വലിയ നിധി, അള്ളാഹുവിനെ തഖ്വ ചെയ്യാൻ ഭാഗ്യം കിട്ടിയതിന് ശേഷം ഏറ്റവും വലിയ നിധി എന്ന് പറയുന്ന സാലിഹത്തായ ഒരു ഭാര്യയെ കിട്ടുന്ന ഒരു പെണ്ണ് അള്ളാഹു തന്ന നിധിയാണെന്ന ഓർമ്മയോടുകൂടി ഒരു ഭർത്താവ് ജീവിക്കണം. കാരണം ഇങ്ങനെ ഒരു സാധനത്തെ ഉണ്ടാക്കാനും നിനക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞാൽ അവൾ കേൾക്കും. അവളെ നോക്കിയാൽ അവൾ സന്തോഷം തോന്നും. ഒരു പെണ്ണിന്റെ ക്വാളിറ്റി കൂടിയാണ്. ഭർത്താവ് ഇത്തരത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ രണ്ടാമതൊരു പെണ്ണ് ചെയ്യേണ്ടവൻ അവളെ ഒന്ന് നോക്കിയാൽ വീർപ്പിച്ച മുഖവുമായി അവളെ ഒരിക്കലും അവൻ കാണില്ല. അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച അവന്റെ മനസ്സിന് അലോസരമുണ്ടാക്കുന്ന തരത്തിലുള്ള വേഷവിധാനങ്ങളുമായി അവന്റെ ഭർത്താവിന്റെ മുമ്പിൽ അവൾ ഒരിക്കലും പ്രത്യക്ഷപ്പെടുകയില്ല. ഭർത്താവിന്റെ മുമ്പിൽ തന്റെ സൗന്ദര്യത്തെ ആവോളം പ്രദർശിപ്പിച്ച് തന്റെ ചുണ്ടിലൊരു വിരിഞ്ഞ പുഞ്ചിരിയുമായി എപ്പോഴും തന്റെ ഭർത്താവിനെ സ്വാഗതം ചെയ്യുന്ന ഒരു ഭാര്യ, അങ്ങനെ ഒരു ഭാര്യ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും വലിയ നിധി വേറെ ഒന്നുമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു തആല അത്തരം നല്ല ഭാര്യമാരെ നമുക്ക് തരുമാറാകട്ടെ. ജീവിത സന്തോഷത്തിന് വലിയ ഭാഗ്യത. उलमाए देवबंद हक़ गो